രാവിലെ പബ്ലിക്കിടത്തെ ഡോക്ടർ അരുൺകുമാറിൻ്റെ മോർണിംഗ് ഷോയിൽ പമ്മി വന്ന് കൂടെ കൂടിയ 3 സംഘികൾ എന്നിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി ഇടിച്ചു കയറുകയാണ്. അവർക്ക് മാറ്റം വേണമത്രേ, മാറ്റം. മലപ്പുറത്തിൻ്റെ മണ്ണിൽ വന്നു നിന്ന് മാറ്റം വേണമെന്നുള്ള 3 കേന്ദ്ര സർക്കാർ റിട്ടയർ കാക്കി നിക്കറുകാരുടെ ആവശ്യം കേട്ടപ്പോൾ അരുൺകുമാർ ഒന്ന് ഞെട്ടി. എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് സിറ്റുവേഷനിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു 4 ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ സംഘികളുടെ അവസ്ഥയാണ്. കേന്ദ്ര സർക്കാർ സർവീസിലിരുന്നവരാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന പൊട്ടത്തരവുമായിട്ടാണ് അഭിപ്രായം പറയാൻ വേണ്ടി സംഘികൾ എഴുന്നള്ളിയത്. ഇതേ നോക്കി. പിന്നെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ രാഷ്ട്രീയ ചൂട്? നല്ല ചൂട് പിടിക്കുന്നുണ്ട്. കേന്ദ്ര ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, റിട്ടയറായി, സ്വസ്ഥമായ ജീവിതം. നമുക്ക് നടക്കാൻ അങ്ങോട്ട് ഇവിടെ നിൽക്കുന്നില്ല. എത്ര റൗണ്ട് നടന്നു? ഞാൻ ഒരു 6-7 കഴിഞ്ഞു. 6-7 റൗണ്ട് നടന്നു കഴിഞ്ഞു. 1 മണിക്കൂർ ഉണ്ടാവും ഇവിടെ. കേരളത്തിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലൊരു മാറ്റം. 2 മുന്നണികൾ മാറി വരികയായിരുന്നു. ഒരു നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ മോദി സർക്കാർ വരണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ആണോ? അതെ. എന്താ മോദി സർക്കാർ വന്നാലും മലപ്പുറത്ത് നിങ്ങളൊരു ശബ്ദം ചില അപ്രതീക്ഷിതമായിട്ടാണല്ലോ കേട്ടത്. നിങ്ങൾ പല സ്ഥലങ്ങളിൽ ചെല്ലുന്നുണ്ടാവില്ല. ആണോ? മാറ്റം ഉണ്ടാവണം. മാറ്റം ഉണ്ടാവണം. എന്താ മാറ്റം? ഇടതു മുന്നണി വലത് ഐക്യജനാധിപത്യ മുന്നണിയും ഭരിച്ചിട്ട് കേരളത്തിന് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. ഇന്ത്യയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ ഒരുമിച്ചാണല്ലോ ഭരിക്കുന്നത്. ഇവിടെ എന്താ രണ്ടായിട്ട് മത്സരിക്കാൻ കാരണം? അപ്പൊ ഇവിടെ ഇന്ത്യ മുന്നണിയായിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുക. BJP ധൈര്യം ഉണ്ടെങ്കിൽ നേരിടാൻ. അല്ലേ? BJP വന്നാൽ എന്താ ഗുണം? ഒരുപാട് മാറ്റങ്ങളല്ലേ വരും. എന്ത് മാറ്റം? നമ്മളെ റെയിൽവേ ഒരുപാട് മാറ്റം വന്നു. അപ്പൊ അല്ലാതെ തന്നൂടെ? ഹൈവേ വന്നു. ഹൈവേ സംസ്ഥാന സർക്കാർ പൈസ കൊടുത്തിട്ടല്ലേ? സംസ്ഥാന സർക്കാർ വളരെ സ്ഥലം എടുക്കാതെ മാത്രമാണ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും വാങ്ങിയിട്ടില്ലല്ലോ പൈസ. എല്ലാ സംസ്ഥാനവും എവിടെ സംസ്ഥാനം കൊടുത്തിട്ടില്ല. കേരളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 6000 കോടി. നിങ്ങൾ ആ ഭാഗത്ത് നിന്ന് 5850 ഇപ്പൊ പറഞ്ഞമാതിരി 5550 കോടി വളരെ കുറച്ചല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് വാങ്ങിച്ചു BJP. ചെയ്യാൻ പാടുണ്ടോ? എല്ലാ സംസ്ഥാനത്തും വാങ്ങിക്കുന്നു. വയനാട്ടിലെ ആ ലോൺ എഴുതി തള്ളണ്ടായിരുന്നോ? ഉത്തരം മുട്ടിയപ്പോ തനി ചെമ്പ് ഗോപി സ്റ്റൈൽ എങ്ങനെ അവിടെ നിന്ന് മുങ്ങാം. ഉടൻ കൊടുത്തു ഷേക്ക് ഹാൻഡ്. എന്നിട്ട് അപ്പോഴേ സ്റ്റാൻഡ് വിട്ടു പോയി. മാറ്റം വേണം പോലും. കണ്ട ഒരു കുറവുമില്ല. ഇനി കേന്ദ്ര സർവീസിലിരുന്ന് റിട്ടയർ ആയതിനു ശേഷം അടുത്ത ജോലി നാട്ടിൽ വർഗീയത വളർത്തണം. ഈ നാട് സമാധാനമായിട്ട് ജീവിച്ചാൽ പോരാ, ഇവിടെ മാറ്റം വരണം. എങ്ങനെ? അങ്ങ് ഊപ്പി പോലെയൊക്കെ ഞങ്ങൾ സവർണർക്ക് ഇവിടെ വലിയ പ്രാധാന്യം വേണം, എല്ലാവർക്കും ഈക്വൽ ലൈഫ് സ്റ്റാറ്റസ് പോരാ, അല്ലെങ്കിൽ ഒരേ ശൈലിയിലുള്ള ജീവിതം ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇരുന്നാലുണ്ടാകും. അതുകൊണ്ട് ഇവരെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ ഉത്തരേന്ത്യൻ സംഘികളെ ഇവിടെ കൊണ്ടുവന്നാലേ വികസനം വരത്തുള്ളൂ അത്രേ. അപ്പോൾ തിരിച്ചുള്ള ചോദ്യങ്ങൾ കേട്ടില്ലേ? 5000 കോടി കൊടുത്ത ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ കൊടുത്തല്ലോ എന്ന പച്ച നുണ കൂടി പറയാണ്. ഇതാണ് അറിവ്. എങ്ങനെ കേന്ദ്ര സർക്കാർ ഉദ്യോഗം കിട്ടിയാന്തോ. എന്തായാലും ഓരോരോ സംഘിക്കെടുതികൾ ഏതെല്ലാം വേഷത്തിലാണ് ഓരോ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് നമ്മൾ കരുതിയിരിക്കണം. നല്ല അണിഞ്ഞൊരുങ്ങി സുമുഖനായിട്ടാണ് പല സംഘികളും വരാറുള്ളത്. അതുകൊണ്ട് നമ്മൾ കരുതിയിരുന്നില്ലെങ്കിൽ ഇതുപോലെ വന്നായിരിക്കും നമ്മളോട് പച്ച നുണകൾ പറയുന്നത്. അതുകൊണ്ട് കേരളത്തെ കാത്തു സൂക്ഷിക്കാൻ ഇതുപോലുള്ള സംഘികളെ നാട് തിരിച്ചറിയണം. അരുൺകുമാർ അത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു.